പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിചാരിക്കാത്ത ആ ഒരു സമയത്തായിരുന്നു മരണം കടന്നു വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണം. വളരെ സാധുവായ പാവം മോനായിരുന്നു. വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ മോൻ്റെ മരണവിവരം അറിഞ്ഞവരൊന്നും ആരും പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ഒരു മരണം. മരണത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ ഇതുപോലുള്ള മരണങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അതും ആ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മറക്കും. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. പെട്ടെന്നുണ്ടാകുന്ന മരണം നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊന്ന് വേറെ തന്നെയാണ്. പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മുടെ ഓരോ മരണവാർത്തയും ഒരുപാട് ആളുകൾ കാണുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതിന് നിങ്ങൾക്ക് പടച്ച റബ്ബിൻ്റെ പ്രതിഫലം തീർച്ചയായും ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. യാ റബ്ബേ, സഹിക്കാൻ പറ്റാത്തൊരു മരണവാർത്തയാണിത്. എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. വളരെ സാധുവായ പാവം കുട്ടി, ഒരു 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. യാ റബ്ബേ, ആ വീട്ടിലുള്ള അവസ്ഥ നെഞ്ച് തകർന്നു പോകും. സഹിക്കാൻ പറ്റാത്ത ഒരു മരണവാർത്തയാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോൻ്റെ മരണമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു സംഭവം. വളരെ സാധുവായ ഒരു പാവ മോനായിരുന്നു അത്. അബദ്ധത്തിലുണ്ടായ ഒരു മരണമാണ്. സഹിക്കാൻ പറ്റാത്തൊരു മരണം. യാ റബ്ബേ, ആ വീട്ടിലുള്ള കരച്ചിൽ കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല റബ്ബേ. കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകിപ്പോയി. ഈ മോന് രാത്രി 7 മണിക്ക് ഗേറ്റില്ലാത്ത ആ റെയിൽവേ ക്രോസ് അറിയാതെ ആ മോൻ കടന്നുപോയി. ഏതോ ഒരു ചിന്തയിൽ ആ മോൻ അങ്ങനെ നടന്നുപോയി. പോയാണ് ട്രെയിൻ വന്ന് തട്ടിയത്. സുബ്ഹാനല്ലാഹ്. ആ ഗേറ്റില്ലാത്ത റെയിൽവേ ക്രോസ് മോൻ അറിയാതെ കടന്നപ്പോഴാണ് ട്രെയിനിൻ്റെ വരവും. ആ ട്രെയിൻ തട്ടിയാണ് ആ മോൻ മരണപ്പെട്ടത്. വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നിസാമുദ്ദീൻ എന്ന് പറയുന്ന ആ പാവം പൊന്നുമോൻ റബ്ബിലേക്ക് മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബേ, ആ വീട്ടുകാരുടെ ആ കരച്ചിൽ നെഞ്ചു പൊട്ടിപ്പോകും റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലേ റബ്ബേ. സഹിക്കാൻ ഈ കാണുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ. സഹിക്കാൻ പറ്റൂല റബ്ബേ, സഹിക്കാൻ പറ്റൂല യാ റബ്ബേ. മുഴപ്പിലങ്ങാട് ഹൈസ്കൂളിലാണ് ഈ മോന് പഠിക്കുന്നത്. മുഴപ്പിലങ്ങാട് ഡിസ്പെൻസറിക്ക് സമീപത്ത് അസീസ് വില്ല റോഡിൽ നൈമാസിലെ അഹമ്മദ് നിസാമുദ്ദീൻ 15 വയസ്സ്. വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. തലശ്ശേരിയിലെ BEMB ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. റഹീസ് ഷബാന ദമ്പതികളുടെ മകനാണ്. 2 സഹോദരങ്ങളുമുണ്ട്. ഇന്നലെ രാത്രി 7 മണിക്കാണ് അപകടം. പോലീസ് സ്റ്റേഷന് സമീപത്തെ ഗേറ്റില്ലാത്ത റെയിൽവേ ക്രോസ് കടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അബദ്ധത്തിൽ ട്രെയിൻ തട്ടുകയായിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. ഖബറടക്കം എടക്കാട് മണപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്യും. എല്ലാവരും ആ മകന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഈ സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലാണ്. വളരെ സാധുവായ ഒരു പാവം മോനാണത്. അവൻ അറിയാതെ, ആ ട്രെയിൻ വരുന്നത് അറിയാതെ അവൻ കടന്നുപോയതാണ്. പടച്ച റബ്ബിൻ്റെ വിധിക്ക് ഉത്തരം നൽകേണ്ടി വന്നു. എന്നാലും പടച്ച റബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച ആ മരണം നമുക്കൊരിക്കലും തടയാനാവില്ല. ആ മകന് ഇത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമുക്കൊക്കെ സമാധാനിക്കേണ്ടി വരും. ആ വീട്ടിലുള്ള അവസ്ഥ ഒന്ന് കാണേണ്ടതായിരുന്നു റബ്ബേ. കണ്ടവർക്കാർക്കും അത് സഹിക്കാനേ പറ്റില്ല.
അങ്ങനെയുള്ളൊരു കാഴ്ചയായിരുന്നു. യാ റബ്ബേ, എന്തൊരു കരച്ചിലായിരുന്നു. കണ്ടവരുടെയൊക്കെ നെഞ്ച് പൊട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആ വീട്ടിൽ. യാ റബ്ബേ, ഇതുപോലൊരു അവസ്ഥ ആർക്കും കൊടുക്കല്ലേ റബ്ബേ. സഹിക്കാനും പൊറുക്കാനും പറ്റില്ല റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, ക്ഷമ കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ. നമുക്കെല്ലാവർക്കും ഈ മകന് വേണ്ടി ദുആ ചെയ്യണം. ആരുടെ ദുആയാണ് പടച്ച റബ്ബ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. പടച്ച റബ്ബ് ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ആമീൻ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. പടച്ച റബ്ബേ, ആ മകന് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ആ മകൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. അർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ കരച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല റബ്ബേ. മനം പൊട്ടിയുള്ള ആ കരച്ചിൽ യാ റബ്ബേ, ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, യാ അല്ലാഹ്, ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ. സഹിക്കൂല റബ്ബേ, സഹിക്കാൻ പറ്റില്ല റബ്ബേ. പടച്ച റബ്ബേ, പാവം മോനാണ് റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ റബ്ബേ, സഹനശക്തി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം നീ കൊടുക്കല്ലേ റബ്ബേ. മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല റബ്ബേ. ഈ ജീവിതകാലം മുഴുവൻ അവർ ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുകയായിരിക്കും റബ്ബേ. ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. ഇതുപോലെ ഒരുപാട് മക്കളുടെ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ചു കൊടുക്കണേ റബ്ബേ. ആ മകന് മഹഫിറത്തും മർഹമത്തും നീ കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ മോനെ എത്തിക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ആ മകന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ, ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും ചെന്നുപെടാം റബ്ബേ. നീ തന്നെ അവരെ കാത്ത് രക്ഷിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ആർക്കും മുഷ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.